ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും കുക്കിംഗ് പെറ്റൽസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. ചൂടോടെ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ. നല്ല കറുമുറ കടിച്ച് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5-6 വെളുത്തുള്ളി ഒരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചെറിയ ജീരകമാണ്. അതൊരു 1/4 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒന്ന് നന്നായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ വെള്ളം, ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് നമ്മുടെ സ്നാക്കിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അതിന് 1.5 കപ്പ് വെള്ളം എടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവാളയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ 1 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ 1.5 കപ്പ് വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. അപ്പോഴേ നമ്മുടെ മാവ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വെള്ളം തിളച്ച് വന്നപ്പോൾ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വാട്ടിയെടുക്കാം. നമ്മുടെ സ്നാക്കിനുള്ള മാവൊക്കെ നന്നായി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ നല്ല ചൂടൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ കുഴച്ചെടുക്കാൻ പറ്റുന്ന ഒരു പരിവാകുന്ന സമയത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ചൂടൊക്കെ പോയിട്ട് സാവധാനം കുഴച്ചെടുത്താൽ മതി. എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചൂടോടെ തന്നെ കുഴച്ചെടുക്കുകയാണ്. കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കും. കുറച്ച് ഓയിൽ കയ്യുമ്മലാക്കിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒരുപാട് തിന്നായിട്ടൊന്നും പരത്തേണ്ട കാര്യമില്ല. കുറച്ചൊരു കട്ടി വേണം, എന്നാൽ ഒരുപാട് കട്ടി ഉണ്ടാവാനും പാടില്ല. അങ്ങനെയാണ് ഒരു മീഡിയം തിക്നെസ്സിലാണ് കേട്ടോ നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് പരത്തുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതവിടെ ഒട്ടിപ്പിടിക്കാണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഇവിടുന്ന് എടുക്കാനും കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൗണ്ടർ ടോപ്പിൽ. ഇനി ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഇതിൽ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കുത്തി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത് നന്നായിട്ട് പൊളച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുത്തി കൊടുക്കുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഒന്ന് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്തിട്ടൊരു കോൺ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഒക്കെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തിക്നെസ് ഇതാണ് കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്, ഒരു മീഡിയം സൈസ് തിക്നെസ്. ഇനി നമുക്ക് ഇതിൻ്റെ നടുഭാഗം ഒന്നും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷേപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമ്മൾ ഇത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ ഫ്രൈ ചെയ്ത് വെക്കുമ്പോഴേക്കും പ്ലേറ്റൊക്കെ കാലിയാവും. അങ്ങനെ അത്രയും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏത് ഓയിലാണ് ഇഷ്ടം എന്നുള്ളത് വെച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാവണം. നന്നായി ചൂടായതിന് ശേഷം മാത്രം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ലാസ്റ്റ് വരെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഇതിങ്ങനെ ഒരുപാട് ഒപ്പം ഇട്ട് കൊടുക്കാൻ പാടില്ല. കുറച്ച് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ട് 2-3 ബാച്ചായിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതാ നമ്മുടെ സ്നാക്കിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ 2-3 ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ ചൂടോടെ തന്നെ കുറച്ച് മുളക് പൊടി വിതറി കൊടുക്കാം. അപ്പോൾ അത് ഓപ്ഷണലാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇടുന്നത് ഒഴിവാക്കാം. പക്ഷേ ഈ മുളക് പൊടി ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിൽ ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി കൂടി അതിൻ്റെ കൂടെ നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക് യു.